എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ബാറ്റിൽ ഗ്രൗണ്ട് കാണിക്കും. അവിടെയാണെങ്കിൽ എല്ലാവരും ഇപ്പൊ വീണ് കിടക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഉറ്റുനോക്കും അവരെ എല്ലാവരെയും ആരാണ് തകർത്തതെന്ന് അറിയാനായിട്ട്. അപ്പോഴായിരിക്കും വലിയ ഫോഗിന്റെ ഇടയിലൂടെ ഒരാൾ നടന്നു വരിക. ജനങ്ങൾ ആർപ്പ് വിളിക്കും. പക്ഷെ അപ്പോഴും അവർക്കത് ആരാണെന്ന് മനസ്സിലാവില്ല. വരുന്നത് ആരായിരുന്നാലും അവരാണ് ഡി ബ്ലോക്കിലെ ജയിച്ച ആള്. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ജയിച്ചത് മറ്റാരുമല്ല, സാക്ഷാൽ റെബേക്ക. അയ്യോ, ഇവളെങ്ങനെ ജയിച്ചു? ഇവള് ജയിക്കാൻ ഒരു ചാൻസും ഇല്ല. ഓ മൈ ഗോഡ്, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ആങ്കർ ആണെങ്കിൽ ഒരു വമ്പൻ ഓസ്കാർ നോട്ടമൊക്കെ നോക്കി ഇപ്പൊ റെബേക്കയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ചുറ്റുമുള്ളവർക്ക് ആർക്കും അത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ആര് ജയിക്കരുത് എന്ന് ജനങ്ങളും ആങ്കറും ആഗ്രഹിച്ചോ അവള് തന്നെയാണ് ഇപ്പൊ ജയിച്ചിരിക്കുന്നത്. ആങ്കർ ആണെങ്കിൽ മനസ്സില്ലാ മനസ്സോടുകൂടെ ഡി ബ്ലോക്കിൽ ജയിച്ച ആളുടെ പേര് അത് വിളിച്ചു പറയാണ്. മറ്റാരുമല്ല, സാക്ഷാൽ റെബേക്ക. ജനങ്ങളുടെ എല്ലാം തന്നെ പ്രതീക്ഷ അതിപ്പോ കാറ്റിൽ പറന്നു പോയിരിക്കുകയാണ്. അവർ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച പലരും ബോധം കെട്ട് താഴെ കിടപ്പുണ്ട്. ജയിലിലുള്ളവർക്കാണെങ്കിൽ റെബേക്ക ജയിച്ചത് കണ്ട് ഭയങ്കര സന്തോഷം. അവർക്കിപ്പോ വലിയൊരു പ്രതീക്ഷ കൈവന്നിരിക്കുകയാണ്. പക്ഷെ അവർക്ക് അപ്പോഴും കൺഫ്യൂഷനുള്ള ഒരു കാര്യം, അവൾ എങ്ങനെ ജയിച്ചു എന്നാണ്. കാരണം പെട്ടെന്ന് അവിടെ മുഴുവൻ ഫോഗ് പടർന്നു. ഒരു സമയം കഴിയുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും തകർന്നു കിടക്കുന്നതായിട്ടാണ് ചുറ്റുമുള്ളവർ കണ്ടത്. ഇതിലെന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടാവുമെന്നൊക്കെ അവർ പരസ്പരം ചോദിക്കും. അതിന് വേറൊരുത്തം പറയും, എന്ത് നടന്നാലും കുഴപ്പമില്ല, നമ്മുടെ നേതാവ് റെബേക്ക, അവൾ ജയിച്ചു, നമുക്ക് അത്രയും മതി എന്ന് പറഞ്ഞ് അവർ തുള്ളിച്ചാടും. അതേസമയം ജനങ്ങൾക്കാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നടക്കാൻ ഒരിക്കലും ചാൻസ് ഇല്ല. ഇതില് എന്തോ ഒരു കള്ളത്തരമുണ്ട്. അവളെ കഴിഞ്ഞ് പവർഫുള്ളായ ഒരുപാട് പേര് ആ ബാറ്റിൽ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ റിങ്കു ഫാമിലിയിലെ ഒന്നിനും കൊള്ളാത്ത റെബേക്ക അവൾ ജയിച്ചു? ഇതില് വലിയൊരു കള്ളത്തരം നടന്നിട്ടുണ്ട്. ഉടനെ വൈസ് അഡ്മിറൽ ആള് പറയും, ഇതൊരു പ്രത്യേകതരം പ്രോസസ്സാണ്. ആക്ച്വലി ഇതിനു മുൻപും ഇതുപോലെ നടന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഒരു ഐലാൻഡില് നൈറ്റ് ടൈം ആരോ ശക്തിയായിട്ട് വീശുന്ന കാറ്റിനെ പോലും വെട്ടി ഇടാൻ തുടങ്ങി. അത് ചെയ്യുന്നത് ആരാണെന്നറിയാൻ ഒരുപാട് പേര് ശ്രമിച്ചു. പക്ഷെ അവർക്ക് എല്ലാവർക്കും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. മാസ്ക് ഇട്ട ഒരാളെ ഗോപുരത്തിന് മുകളിൽ എല്ലാവർക്കും കാണാൻ സാധിച്ചു. ഹക്കൂബ എന്നാണ് എല്ലാവരും അവരെ വിളിച്ചിരുന്നത്. പക്ഷെ അത് ആരായിരുന്നെന്നോ എന്തായിരുന്നെന്നോ അവരുടെ ശരിക്കുള്ള പേര് അതെന്താണെന്നോ ഇന്നുവരെ ആർക്കും അറിയില്ല. ആ ഒരു മാസ്ക് മാൻ അവന്റെ ചുറ്റും വരുന്ന എല്ലാവരെയും വെട്ടി വീഴ്ത്തിയിരുന്നു. അവന്റെ കൂടെ തന്നെ മറ്റേതോ ഒരാള് അവനെ പ്രൊട്ടക്ട് ചെയ്തുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ റെബേക്കയെ കാണിക്കും. അവളാണെങ്കിൽ ആ ചുന്ദരം പൈലറ്റിനെ നോക്കി ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഫ്ലാഷ് ബാക്കിൽ സുലൈമാൻ ഇപ്പോ റെബേക്കയായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ആ സമയത്ത് ചുന്ദരം പൈലറ്റ് അവൻ പതിയെ കണ്ണുകൾ അടച്ച് ഉറങ്ങി ഇപ്പൊ സുലൈമാന്റെ ദേഹത്തേക്ക് വീഴും. അത് കണ്ട സുലൈമാൻ ഫുൾ കലിപ്പില് സ്ക്വാഡ് എടുത്ത് ആഞ്ഞു വീശാണ്. പക്ഷെ ജസ്റ്റ് മിസ്സിന് നമ്മുടെ ചുന്ദരം പൈലറ്റ് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. ചുന്ദരം പൈലറ്റ് ആണെങ്കിൽ ഞൊടിയിടയിൽ താഴേക്ക് വീണ് കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. അത് കണ്ട ബാക്കിയുള്ള ഓപ്പണൻസ് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ റൗണ്ട് ചെയ്യും. അടുത്ത നിമിഷം ചുന്ദരം പൈലറ്റിന്റെ ഫേസ് അതാകെ ചേഞ്ചായി. അവൻ ചാടി എഴുന്നേറ്റ് ചുറ്റുമുണ്ടായിരുന്നവരെ എല്ലാവരെയും പുറഞ്ച് വെട്ടിയിടുകയാണ്. റെബേക്ക മാത്രം ഒരുപാട് കഷ്ടപ്പെട്ട് അറ്റാക്കുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ദൂരേക്ക് മാറി നിൽക്കും. അല്പസമയം കഴിഞ്ഞ് അവൻ വീണ്ടും കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മുടെ റെബേക്ക ആ ഒരു മത്സരത്തിൽ ജയിച്ചത്. ആ നേവി ഓഫീസർ പറയും, ആ ചുന്ദരം പൈലറ്റിന് മൾട്ടിപ്പിൾ ഫേസ് ഉണ്ട്. ആക്ച്വലി അവന്റെ പവർ ഉപയോഗിച്ചാണ് ഇപ്പൊ റെബേക്ക അവളെ ബാറ്റിൽ ജയിച്ചത്. ഇതിന്റെ സെക്കൻഡ് ബാഡ് ആയിട്ടുള്ള ഫേസിന്റെ പേര് ഹക്കൂബ എന്നാണ്. ആക്ച്വലി ആ ഒരു ഫേസിനെ കൺട്രോൾ ചെയ്യാനാണ് അവനൊരു പൈലറ്റായി മാറി ഈ കടൽ മുഴുവൻ സെയിൽ ചെയ്ത് നടന്നത്. സത്യത്തിൽ ചുന്ദരം പൈലറ്റ് അവൻ നല്ലൊരാളാണ്. പക്ഷെ അവന്റെ ഹക്കൂബ ഫേസ് അത് വളരെ വേഴ്സ്റ്റ് ആണ്. ചുന്ദരം പൈലറ്റ് അവൻ എപ്പോ ഉറങ്ങുന്നോ അടുത്ത നിമിഷം ഹക്കൂബ ഫേസ് അത് പുറത്തേക്ക് വരും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ചുന്ദരം പൈലറ്റിനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ഒന്നും അറിയാതെ കൂർക്കം വലിച്ചുറങ്ങും. ജനങ്ങളാണെങ്കിൽ മുറവിളി കൂട്ടും. ഒരിക്കലും ഒരു കാരണവശാലും റെബേക്ക ജയിക്കില്ല, അവൾ ഇവിടെ വെച്ച് കൊന്നു തള്ളണം. ആങ്കറിനാണെങ്കിൽ ഇപ്പൊ വേറെ വഴിയില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച ആങ്കർ റെബേക്ക ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. ദൂരത്തായിട്ട് പച്ചത്തലേന് റെബേക്ക ജയിച്ചത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷെ അവനും അറിയില്ല റെബേക്ക എങ്ങനെയാണ് ജയിച്ചതെന്ന്. അതിന് ഹക്കു ആണെങ്കിൽ അതിന്റെ കാരണം പറഞ്ഞു കൊടുത്ത് അവിടുന്ന് കടന്നു പോകും. അവസാനമായിട്ട് റെബേക്ക അവളാണെങ്കിൽ ഒരുപാട് ഹാപ്പിയായി ഇപ്പൊ ബാറ്റിൽ ഫീൽഡിൽ വിട്ട് അവിടുന്ന് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ടോയ് ഹൗസിന്റെ എൻട്രൻസ് കാണിക്കും. അവിടെ ഫ്രാങ്കി ആണെങ്കിൽ ആ എൻട്രൻസ് മുഴുവൻ ഇപ്പൊ ഏകദേശം മുഴുവനായിട്ടും തകർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ആ മെയിൻ വില്ലനുമായിട്ട് ഫ്രാങ്കി പൊരിഞ്ഞ അട്ടിയിടി ബഹളം. മെയിൻ വില്ലൻ ആണെങ്കിൽ ഫ്രാങ്കിയുടെ അറ്റാക്കിൽ നിന്ന് ഓരോ തവണ രക്ഷപ്പെടുകയാണ്. അവൻ ഭൂമിയിലേക്ക് അങ്ങനെ താഴും. ഒരു സമയം കഴിയുമ്പോൾ ഉയർന്നു വരും. അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഗേൾസ് ആണെങ്കിൽ അവനെ അവന്റെ പവറിൽ ഇംപ്രസ്ഡ് ആയിട്ട് അങ്ങനെ നോക്കി നിൽക്കും. ഫ്രാങ്കി ആണെങ്കിൽ അവന്റെ ഫുൾ വെപ്പനൊക്കെ പുറത്തെടുത്ത് ഗേൾസിന് മുൻപിൽ വമ്പം പോസൊക്കെ ഇട്ട് കൊടുക്കും. നീ ഒരു ബാഡ് സൈബോർക്കാണ്, നിന്നെ ഞങ്ങൾക്ക് തീരെ ഇഷ്ടമായില്ല എന്ന് അവർ തീർത്തു പറയും.
ഉടനെ ആ മെയിൻ വില്ലൻ ആണെങ്കിൽ വീണ്ടും മുകളിലേക്ക് ചാടി വരികയാണ്. നീ ഞാനും സെയിം കളർ ജട്ടി ഇട്ടു എന്ന് കരുതി നമ്മുടെ രണ്ടുപേരുടെയും പവർ അത് ഒരുപോലെ ആയിരിക്കില്ല. എനിക്കൊരു കാര്യം അറിയോ, ഇവിടെയുള്ള ഗേൾസ് എല്ലാവരും എന്റെ ഫാൻസ് ആണ്. അവനത് പറയേണ്ട താമസം ആ രണ്ട് ഗേൾസ് അവരാണെങ്കിൽ എന്റെ സൗന്ദര്യം കണ്ട് അലിഞ്ഞ് അങ്ങനെ മുട്ടുകുത്തി നിൽക്കുകയാണ്. അടുത്ത നിമിഷം ആ വില്ലൻ അവനിപ്പോ ഫ്രാങ്കിയെ ഇട്ടിക്കാനായിട്ട് ഓടി അടുക്കും. ഫ്രാങ്കി ആണെങ്കിൽ രണ്ട് കൈ ഉപയോഗിച്ച് അവനെ വന്ന സ്പീഡിൽ പുറത്തേക്ക് തള്ളുകയാണ്. കട്ട് ചെയ്ത ഇവിടെ മാൻഷനിൽ ഡോ ഫ്ലെമിംഗോയും കിങ് റിങ്കോവും അവർ രണ്ടുപേരും ഇപ്പൊ മാച്ച് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡോ ഫ്ലെമിംഗോ പറയും, നീ അത് കണ്ടില്ലേ, ഡി ബ്ലോക്കിൽ ജയിച്ചത് നിന്റെ ഗ്രാൻഡ് ചൈൽഡാണ്. അവൾക്ക് ഇത്രയൊക്കെ പവർ ഉണ്ടായിരുന്നോ? എന്തായാലും കുഴപ്പമില്ല, ഈ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞാലും അവളെ എനിക്ക് എന്റെ അസിസ്റ്റന്റ് ആയിട്ട് ആവശ്യം വരും. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്, ഈ ഒരു രാജ്യത്തിന്റെ രാജാവായിരുന്ന നീ വെറും ഒരു ഡെവിൾ ഫ്രൂട്ടിന് വേണ്ടി ഈ മത്സരത്തിൽ പങ്കെടുത്തതാണ്. മാത്രമല്ല നിന്റെ മകൾ ആ വയലറ്റ് അവളും ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു. സോ നിങ്ങൾ പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ചെയ്യുന്നതാണോ? ആക്ച്വലി റിങ്കോ ആണെങ്കിൽ ഇവിടേക്ക് വരാനുള്ള ഏക കാരണം അത് മറ്റൊന്നുമല്ല, ഡോ ഫ്ലെമിംഗോ ഈ രാജ്യത്തിന്റെ കിങ് പദവി അത് രാജിവെച്ചു എന്നറിഞ്ഞതിനെ തുടർന്നാണ്. എങ്ങനെയെങ്കിലും തനിക്ക് നഷ്ടപ്പെട്ടു പോയ രാജ്യം അത് വീണ്ടെടുക്കാനാണ് കിങ് റിങ്കോ ഇവിടേക്ക് വന്നത്. പക്ഷെ എന്താ, ആ ന്യൂസ് അത് ഫേക്ക് ആണെന്ന് വളരെ ലേറ്റ് ആയിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. പക്ഷെ എന്താ, എല്ലാ കാര്യങ്ങളും തലകീഴായി മറിഞ്ഞ് ഇപ്പൊ കിങ് ഡോ ഫ്ലെമിംഗോയുടെ മുമ്പിൽ വന്ന് പെട്ടിരിക്കുകയാണ്. ഡോ ഫ്ലെമിംഗോ ആണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും നിന്റെ ഒരു പ്ലാനും നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ എന്റെ പ്ലാനാണ്. എന്റെ പ്ലാനിൽ എനിക്ക് എക്സ്ട്രാ കിട്ടിയ ബോണസ് ആണ് നീ. എനിക്ക് മനസ്സിലാവാത്ത ഒരേ ഒരു കാര്യം അത് വയലറ്റിനെ കുറിച്ചാണ്. അവൾ എങ്ങനെ കാലുമാറി? ഇത്രയും കാലവും ചൊൽപ്പടിയിൽ നിന്ന് ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിച്ച അവൾ എങ്ങനെ എനിക്കെതിരായി തിരിഞ്ഞു? അതാണ് എനിക്ക് അറിയേണ്ടത്. എനിക്ക് നന്നായിട്ട് അറിയാം ഇതിന്റെ എല്ലാം പിന്നിൽ ഈ ട്രഫാൽഗർ ലോയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ട്രഫാൽഗർ ലോയെ കാണിക്കും. ആൾക്ക് ഇതുവരെ ആളുടെ ജീവൻ നഷ്ടമായിട്ടില്ല. ഡോ ഫ്ലെമിംഗോ ഒരുപാട് ദേഷ്യത്തില് ട്രഫാൽഗർ ലോയെ നോക്കി പറയും, 2 വർഷങ്ങൾക്ക് മുൻപ് ഇവൻ ലൂഫിയെ രക്ഷിച്ചത് ലൂഫിയുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് എന്നെ തോൽപ്പിക്കാനാണ്. പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല. ലൂഫിക്ക് ഇനി ഈ പാലസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അവന്റെ ടീമിലുള്ള ഫ്രാങ്കി അവൻ ഓൾറെഡി ആ ടോയ് ഹൗസിന്റെ മുൻപിലുണ്ട്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഫ്രാങ്കിയുടെ ഫൈറ്റ് കാണിക്കും. ആ മെയിൻ വില്ലൻ ആണെങ്കിൽ ഫ്രാങ്കിയെ പിടിച്ചു വലിച്ച് തല്ലി കൊല്ലുകയാണ്. അവന്റെ ഓരോ അടിയിലും ഫ്രാങ്കി തെറിച്ചുപോയി അടിച്ചു വീഴും. ഫ്ലെമിംഗോയ്ക്കാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ്, അവന്റെ ഫാമിലിയിലുള്ള ആർക്കും തൊടാൻ കഴിയില്ല എന്ന ഒരു അഹങ്കാരം. അതാണ് അവന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. ലൂഫിയുടെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അവർക്ക് ഒരിക്കലും ബേസ്മെന്റിലേക്ക് പോകാനോ എന്റെ സ്മൈൽ ഫാക്ടറി അത് കണ്ടെത്താനോ ആവില്ല. കട്ട് ചെയ്ത ഇവിടെ റോബിനും ഉസോപ്പും അവരാണെങ്കിൽ ആ വില്ലൻ സോൾജേഴ്സിന്റെ അടുത്തേക്ക് ചെന്ന് ഞങ്ങൾ രണ്ടുപേരും പുതുതായിട്ട് ജോയിൻ ചെയ്തതാണ്, ഞങ്ങളുടെ ജോലി അതെന്താണെന്ന് ചോദിക്കും. അതിന് ഓപ്പോസിറ്റ് ഉള്ളവൻ അവരോട് പറയും, കാര്യമായിട്ട് ജോലിയൊന്നുമില്ല, ആ ടോയ്സുകളെ കൊണ്ട് നന്നായിട്ട് ജോലി ചെയ്യിപ്പിക്കുക, അവരെ അടിക്കുക, ഉപദ്രവിക്കുക. ഉസോപ്പ് ആണെങ്കിൽ അവർ നൈസായിട്ട് ഡൈവേർട്ട് ചെയ്യും. അതിനുശേഷം അവൻ ലിറ്റിൽ പീപ്പിളിന് സിഗ്നൽ കൊടുക്കും. ആ സിഗ്നൽ കിട്ടേണ്ട താമസം അവർ നൈസായിട്ട് ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറുകയാണ്. മറ്റൊരു ഭാഗത്ത് ലൂഫിയാൻ ടീം അവരാണെങ്കിൽ ഇപ്പൊ ആ പാലസിന്റെ അടുത്തേക്ക് വരും. ആ പാലസിന്റെ ബേസ്മെന്റിലാണ് അവർ അന്വേഷിക്കുന്ന സ്മൈൽ ഫാക്ടറി ഉള്ളത്. മാത്രമല്ല ഡോ ഫ്ലെമിംഗോയുടെ കയ്യിലുള്ള ട്രഫാൽഗർ ലോയെയും അവർക്ക് രക്ഷിക്കണം. ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും വളരെ കറക്റ്റായിട്ട് നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. ആ ഒരു ഫാക്ടറിയിലേക്ക് പോവാൻ 3 വഴിയാണുള്ളത്. ഒന്ന്, ഞങ്ങൾ ലിറ്റിൽ പീപ്പിൾസ് ക്രിയേറ്റ് ചെയ്ത ഒരു തുരങ്കം. മറ്റൊന്ന് ടോയ് ഹൗസിന്റെ ഉള്ളിലൂടെയുള്ള വഴി. മറ്റൊന്ന് ഈ പാലസിന്റെ ബേസ്മെന്റിലൂടെയുള്ള വഴി. ആ ലിഫ്റ്റിൽ കയറുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ സ്ഥലത്തേക്കും പോകാൻ പറ്റുമെന്ന് പറയും. അത് കേട്ട് അവരും ആ ലിഫ്റ്റ് ലക്ഷ്യാക്കി ഓടും. കറക്റ്റ് സമയത്ത് കുതിരയില് നമ്മുടെ വയലറ്റ് അവിടേക്ക് വരും. നിങ്ങളല്ലേ സ്ട്രോ ഹാറ്റ് ടീം, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും നേരവും ഞാനിവിടെ വെയിറ്റ് ചെയ്തത്. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. പാലസിന്റെ അകത്തേക്ക് എനിക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയും. ലൂഫിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.